പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എല്ലാം എഴുതി അത് പഠിച്ചു കാണുമെന്ന് ഞാൻ കരുതട്ടെ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിറ്റർമിനൻ്റ് എന്താണെന്നും ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 5 പ്രോപ്പർട്ടീസാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ആറാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസിലെ ആറാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ആറാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്. ഡിറ്റർമിനൻറ്റ് A1 പ്ലസ് ആൽഫ 1 A2 പ്ലസ് ആൽഫ 2 A3 പ്ലസ് ആൽഫ 3 B1 B2 B3 C1 C2 C3 ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് A1 A2 A3 B1 B2 B3 C1 C2 C3 പ്ലസ് ഡിറ്റർമിനൻറ്റ് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 B1 B2 B3 C1 C2 C3. ഈ പെർട്ടിക്കുലർ ഡിറ്റർമിൻ്റെ വാല്യൂ ഈ രണ്ട് ഡിറ്റർമിനൻസിൻ്റെ വാല്യൂസിൻ്റെ സമ്മിനോട് തുല്യമായിരിക്കും. അത് പ്രധാനപ്പെട്ടൊരു പ്രോപ്പർട്ടിയാണ്. ആറാമത്തെ പ്രോപ്പർട്ടി ഡിറ്റർമിനൻറ്റ് A1 പ്ലസ് ആൽഫ 1 A2 പ്ലസ് ആൽഫ 2 A3 പ്ലസ് ആൽഫ 3 B1 B2 B3 C1 C2 C3 ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് A1 A2 A3 B1 B2 B3 C1 C2 C3 പ്ലസ് ഡിറ്റർമിനൻറ്റ് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 B1 B2 B3 C1 C2 C3. ഈ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 സെക്കൻഡ് റോയിൽ വന്നാലും നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. തേർഡ് റോയിൽ വന്നാലും ഇതുപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ ഈ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ഫസ്റ്റ് കോളത്തിൽ വന്നാലും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. സെക്കൻഡ് കോളത്തിൽ വന്നാലും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. തേർഡ് കോളത്തിൽ വന്നാലും നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതാണ് ആറാമത്തെ പ്രോപ്പർട്ടി. ഇനി ഏഴാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇഫ് വി ആഡ് എൻട്രീസ് ഓഫ് എനി റോ ഓർ കോളം ബൈ കറസ്പോണ്ടിങ് എൻട്രീസ് ഓഫ് എനി അതർ റോ ഓർ കോളം multiplied by a non-zero number, then value of the determinant remains same. Value of the determinant remains same. ഏഴാമത്തെ പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ശ്രദ്ധിക്കുക. If we add entries of any row by corresponding entries of any other row or column multiplied by a non-zero number, then value of the determinant remains same. Value of the determinant remains same. ഒരു റോയിലെ എൻട്രീസിനെ ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ വേറൊരു റോയുടെ കറസ്പോണ്ടിങ് എൻട്രീസിനോട് ആഡ് ചെയ്യുന്നു. നമുക്ക് പുതിയ ഡിറ്റർമിനൻ്റ് കിട്ടും. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒരു റോയിലെ എല്ലാ എൻട്രീസിനെയും ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു ഫിക്സഡ് നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന സംഖ്യകൾ നമ്മൾ വേറെ റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയ ഡിറ്റർമിനൻ്റ് കിട്ടും. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഈ പറഞ്ഞ കാര്യം കോളത്തിൻ്റെ കാര്യത്തിലും ശരിയാണ്. ഒരു കോളത്തിലെ എല്ലാ എൻട്രീസിനെയും ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ വേറൊരു കോളത്തിലെ എലമെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻസിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് പുതിയ ഡിറ്റർമിനൻ്റ് കിട്ടും. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂയും സെയിം ആയിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഡിറ്റർമിനൻ്റ് പരിഗണിക്കുക. ഡിറ്റർമിനൻ്റ് A1 A2 A3 B1 B2 B3 C1 C2 C3. ഈ ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് റോയിലെ എല്ലാ എൻട്രീസിനെയും K കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ തേർഡ് റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് റോയിലെ എല്ലാ എൻട്രീസിനെയും K കൊണ്ട് ഒരു നോൺ സീറോ നമ്പർ K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ തേർഡ് റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും തേർഡ് റോയ്ക്കാണ് ചേഞ്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് റോയിലെ ആൾക്കാരെ K കൊണ്ട് ഗുണിച്ച് തേർഡ് റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. അത് സിംബോളിക്കായിട്ട് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് റോയിലെ ആൾക്കാരെ K കൊണ്ട് ഗുണിച്ച് നമ്മൾ തേർഡ് റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഇതാണ്. R3 ചേഞ്ചസ് ടു K ഇൻറ്റു R1 പ്ലസ് R3. ഫസ്റ്റ് റോയിലെ ആൾക്കാരെ K കൊണ്ട് ഗുണിക്കുന്നു. ആ കിട്ടുന്നത് തേർഡ് റോയിലൂടെ ആഡ് ചെയ്യുന്നു. ഈ പെർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ ഈ ഡിറ്റർമിനൻ്റിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഡിറ്റർമിനൻ്റ് ഇതാണ്ട് ഈ പെർട്ടിക്കുലർ ഡിറ്റർമിനൻ്റായി മാറും. ഡിറ്റർമിനൻറ്റ് A1 A2 A3 B1 B2 B3. ഇവിടെ R3ക്ക് മാത്രമേ ചേഞ്ച് ഉള്ളൂ. R1ഉം R2ഉം അതുപോലെ തന്നെ വരും. ഫസ്റ്റ് റോയിലെ ആൾക്കാരെ K കൊണ്ട് ഗുണിച്ച് തേർഡ് റോയിലൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ K കൊണ്ട് ഗുണിക്കുമ്പോൾ K ഇൻറ്റു A1 ആണ്. അതിങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ C1 പ്ലസ് K A1. ഇതിനെ K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ K ഇൻറ്റു A1 എന്ന് വരും. അത് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ C1 പ്ലസ് K A1. ഇതിന് ഇവിടെ K കൊണ്ട് ഗുണിച്ച് ഇങ്ങോട്ട് കൂട്ടുന്നു. അപ്പോൾ C2 പ്ലസ് K A2. ഇവിടെ K കൊണ്ട് ഗുണിച്ച് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ C3 പ്ലസ് K A3.
ഫസ്റ്റ് റോയിലെ എല്ലാ എൻട്രീസിനെയും കെ കൊണ്ട് ഫസ്റ്റ് റോയിലെ എല്ലാവരെയും കെ കൊണ്ട് ഗുണിച്ച് തേർഡ് റോയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പുതിയ ഡിറ്റർമിനൻറ്റ് നമുക്ക് കിട്ടി. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂയും സെയിം ആയിരിക്കും. ഇതാണ് ഏഴാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു റോയിലെ എല്ലാവരെയും ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കിട്ടുന്ന സംഖ്യ വേറെ റോയിലെ എലമെൻസിൻ്റെ കറസ്പോണ്ടിങ് എലമെൻസുമായിട്ട് ആഡ് ചെയ്യുന്നു. വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂയും സെയിം ആയിരിക്കും. ഈ പറഞ്ഞ കാര്യം റോയ്ക്ക് പറഞ്ഞതുപോലെ കോളത്തിനും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഫസ്റ്റ് റോയിലെ ആൾക്കാരെ കെ കൊണ്ട് ഗുണിച്ച് തേർഡ് റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് റോയിലെ ആൾക്കാരെ കെ കൊണ്ട് ഗുണിക്കുന്നു. ആ കിട്ടുന്നത് തേർഡ് റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ തേർഡ് റോയ്ക്കാണ് ആക്ച്വലി ചേഞ്ച് സംഭവിക്കുന്നത്. തേർഡ് റോയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഇതാണ്, കെ ഇൻറ്റു R1 പ്ലസ് R3. ഈ പർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ A1 തേർഡ് റോയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തേർഡ് റോ ഈ രൂപത്തിലേക്ക് മാറും. C1 പ്ലസ് KA1, C2 പ്ലസ് KA2, C3 പ്ലസ് KA3. ഫസ്റ്റ് റോയിലെ ആൾക്കാരെ കെ കൊണ്ട് ഗുണിച്ച് തേർഡ് റോയിലൂടെ ആഡ് ചെയ്യുമ്പോൾ തേർഡ് റോ ഈ രൂപത്തിലേക്ക് മാറും. C1 പ്ലസ് KA1, C2 പ്ലസ് KA2, C3 പ്ലസ് KA3. അങ്ങനെ നമുക്ക് പുതിയ ഡിറ്റർമിനൻറ്റ് കിട്ടുന്നു. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂയും സെയിം ആയിരിക്കും. ഈ ഏഴാമത്തെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഏഴാമത്തെ പ്രോപ്പർട്ടിയുടെ ഡിഡക്ഷനാണ് ഈ എട്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഏഴാമത്തെ പ്രോപ്പർട്ടിയുടെ ഡിഡക്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്ന 3 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഒരു ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻ്റ് ഒരു റോയിലെ എൻട്രീസിൻ്റെ കൂടെ വേറൊരു റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസ് നമ്മൾ ആഡ് ചെയ്യുന്നു. വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂ സെയിം ആയിരിക്കും. ഉദാഹരണം, സെക്കൻഡ് റോയുടെ കൂടെ ഫസ്റ്റ് റോയിലെ ആൾക്കാരെ ആഡ് ചെയ്യുന്നു. സെക്കൻഡ് റോയിലെ എൻട്രീസിൻ്റെ കൂടെ ഫസ്റ്റ് റോയിലെ ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്യുന്നു. അത് സിംബോളിക്കായിട്ട് ഇടുന്നത് ഇങ്ങനെയാണ്: R2 ചേഞ്ചസ് ടു R2 പ്ലസ് R1. R2 ചേഞ്ചസ് ടു R2 പ്ലസ് R1 എന്ന ട്രാൻസ്ഫർമേഷൻ നമ്മൾ ഈ പെർട്ടിക്കുലർ ഡിറ്റർമിനൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡിറ്റർമിനൻ്റായി മാറും. സെക്കൻഡ് റോയിലെ ആൾക്കാരുടെ കൂടെ ഫസ്റ്റ് റോയിലെ ആൾക്കാരെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ അതുപോലെ തന്നെ വരും, A1, A2, A3. സെക്കൻഡ് റോയുടെ കൂടെ ഫസ്റ്റ് റോ ആഡ് ചെയ്യുന്നു. സെക്കൻഡ് റോയിലെ എലമെൻസിലൂടെ ഫസ്റ്റ് റോയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ B1 പ്ലസ് A1, ഇതിങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ B2 പ്ലസ് A2, ഇതിങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ B3 പ്ലസ് A3. ബാക്കി അല്ല അതുപോലെ തന്നെ C1, C2, C3. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് റോയിലെ എൻട്രീസിൻ്റെ കൂടെ ഫസ്റ്റ് റോയിലെ എൻട്രീസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അത് സിംബോളിക്കായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്: R2 ചേഞ്ചസ് ടു R2 പ്ലസ് R1. വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂയും സെയിം ആയിരിക്കും. നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ കെയ്ക്ക് 1 എന്ന് കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രോപ്പർട്ടിയാണിത്. ഈ പറഞ്ഞ കാര്യം റോയ്ക്ക് ശരിയായതുപോലെ തന്നെ കോളത്തിൻ്റെ കേസിലും ശരിയാണ്. ഒരു കോളത്തിലെ എൻട്രീസിൻ്റെ കൂടെ വേറൊരു കോളത്തിലെ കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂയും സെയിം ആയിരിക്കും. ഇനി 9ാമത്തെ പ്രോപ്പർട്ടി. ഇതും 7ാമത്തെ പ്രോപ്പർട്ടിയുടെ ഡിഡക്ഷൻ തന്നെയാണ്. ഒരു ഡിറ്റർമിനൻ്റ്, ആ ഡിറ്റർമിനൻ്റ് ഒരു റോയിലെ എല്ലാ എലമെൻറ്റ്സിൽ നിന്ന് വേറെ റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസ് സബ്ട്രാക്ട് ചെയ്താൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂ സെയിം ആയിരിക്കും. ഇതാണ് 9ാമത്തെ പ്രോപ്പർട്ടി. ഉദാഹരണം, ഇവിടെ 3ാമത്തെ റോയിലെ ആൾക്കാരിൽ നിന്ന് 1ാമത്തെ റോയിലെ ആൾക്കാരെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. 3ാമത്തെ റോയിലെ ആൾക്കാരിൽ നിന്ന് 1ാമത്തെ റോയിലെ ആൾക്കാരെ സബ്ട്രാക്ട് ചെയ്താൽ പുതിയ ഡിറ്റർമിനൻ്റ് കിട്ടും. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂ സെയിം ആയിരിക്കും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 9ാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: ഒരു റോയിലെ എല്ലാ എൻട്രീസിൽ നിന്ന് വേറെ റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസ് സബ്ട്രാക്ട് ചെയ്താൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂ സെയിം ആയിരിക്കും. ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് തേർഡ് റോയിലെ എൻട്രീസിൽ നിന്ന് ഫസ്റ്റ് റോയിലെ എൻട്രീസ് കുറയ്ക്കുന്നു. തേർഡ് റോയിലെ എൻട്രീസിൽ നിന്ന് ഫസ്റ്റ് റോയിലെ എൻട്രീസ് കുറയ്ക്കുക എന്നുള്ള ട്രാൻസ്ഫോർമേഷനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് രൂപം ഇങ്ങനെയാണ്: R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. ഈ പെർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഈ മാട്രിക്സിൽ ഈ ഡിറ്റർമിനകത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഡിറ്റർമിനൻ്റായി മാറും. ഫസ്റ്റ് റോ അതുപോലെ, സെക്കൻഡ് റോ അതുപോലെ. തേർഡ് റോയ്ക്ക് മാത്രം നമ്മൾ ചേഞ്ച് കൊടുക്കുന്നത്. തേർഡ് റോയിലെ എലമെൻസിൽ നിന്ന് ഫസ്റ്റ് റോയിലെ എൻട്രീസ് കുറയ്ക്കുന്നു. C1 മൈനസ് A1, C2 മൈനസ് A2, C3 മൈനസ് A3. ഈ പെർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ തേർഡ് റോയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തേർഡ് റോ എന്നാണ്ട് ഈ പെർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ തേർഡ് റോയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തേർഡ് റോ ഇങ്ങനെയായി മാറും. നമുക്കൊരു പുതിയ ഡിറ്റർമിനൻ്റ് കിട്ടും. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂയും സെയിം ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി കോളത്തിൻ്റെ കേസിലും ശരിയാണ്. ഒരു കോളത്തിലെ എല്ലാ എൻട്രീസിൽ നിന്ന് വേറൊരു കോളത്തിലെ കറസ്പോണ്ടിങ് എൻട്രീസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂയും സെയിം ആയിരിക്കും. ഇനി നമുക്ക് 10ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇതും നമ്മുടെ 7ാമത്തെ പ്രോപ്പർട്ടിയുടെ ഒരു ഡിഡക്ഷനാണ്. ഡിറ്റർമിനൻറ്റ് A1, A2, A3, B1, B2, B3, C1, C2, C3. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു റോയിലെ എൻട്രീസിൻ്റെ കൂടെ ബാക്കിയുള്ള മുഴുവൻ റോയിലെയും കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻ്റ് വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂയും സെയിം ആയിരിക്കും. ഇത് കോളത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്.
ഉദാഹരണം ഇവിടെ ഞാനിവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് റോയിലെ എൻട്രീസിൻ്റെ കൂടെ ബാക്കിയുള്ള റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് റോയുടെ എൻട്രീസിൻ്റെ കൂടെ ബാക്കിയുള്ള 2 റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻറ്റ് ഇതാണ്. ഫസ്റ്റ് റോയിലെ എൻട്രീസിൻ്റെ കൂടെ ബാക്കിയുള്ള 2 റോയിലെ എൻട്രീസ് ആഡ് ചെയ്യുന്നു. ഈ B1 C1 ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഡിറ്റർമിനൻറ്റ് A1 + B1 + C1 ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. A2 + B2 + C2 ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. A3 + B3 + C3 B1 B2 B3 C1 C2 C3 നമുക്ക് പുതിയ ഡിറ്റർമിനൻറ്റ് കിട്ടി. ഈ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂയും സെയിം ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്ത ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് രൂപം ഇതാണ്. R1 ചേഞ്ചസ് ടു R1 + R2 + R3. ഫസ്റ്റ് റോയുടെ കൂടെ സെക്കൻഡ് റോയുടെയും തേർഡ് റോയിലെയും കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് റോയിലെ എൻട്രീസിൻ്റെ കൂടെ സെക്കൻഡ് റോയിലെയും തേർഡ് റോയിലെയും കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്യുക എന്നുള്ള ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഈ ഡിറ്റർമിനൻറ്റിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ ഈ ഡിറ്റർമിനൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ ഡിറ്റർമിനൻ്റായി മാറും. പക്ഷേ ഇവരുടെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 10 പ്രോപ്പർട്ടീസാണ് പറഞ്ഞത്. ഈ 10 പ്രോപ്പർട്ടീസും നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഡിറ്റർമിനൻറ്റുമായിട്ട് ബന്ധപ്പെട്ട 10 പ്രോപ്പർട്ടീസ് അതതിൻ്റെ ഓർഡറിൽ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒരു ഡിറ്റർമിനൻറ്റിലെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂയും സെയിം ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒരു ഡിറ്റർമിൻ്റെ ഏതെങ്കിലും 2 റോസോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 കോളംസോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂയും ഡിഫർ ബൈ എ മൈനസ് സൈൻ. ഇത് കോളത്തിൻ്റെ കാര്യത്തിലും സത്യമാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒരു ഡിറ്റർമിനകത്തെ ഏതെങ്കിലും 2 റോസോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 കോളംസോ ഒരുപോലെ വന്നാൽ ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആയിരിക്കും. നാലാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒരു ഡിറ്റർമിൻ്റെ ഏതെങ്കിലും 2 റോസിലെ എലമെൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 കോളത്തിലെ എലമെൻസോ പ്രപ്പോർഷണലായിട്ട് വന്നാലും ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു റോയിലെ എല്ലാ എലമെൻസിനെയും ഒരു K കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ഇത് കോളത്തിൻ്റെ കാര്യത്തിലും സത്യമാണ്. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച ആറാമത്തെ പ്രോപ്പർട്ടി ആ സ്പ്ലിറ്റ് ചെയ്യുന്ന എഴുതാനാണ്. ഡിറ്റർമിനൻറ്റ് A1 + α1 A2 + α2 A3 + α3 B1 B2 B3 C1 C2 C3 എന്തിനോട് ഈക്വലാണ്? ഡിറ്റർമിനൻറ്റ് A1 A2 A3 B1 B2 B3 C1 C2 C3 പ്ലസ് ഡിറ്റർമിനൻറ്റ് α1 α2 α3 B1 B2 B3 C1 C2 C3. ആ സ്പ്ലിറ്റിംഗ് പ്രോപ്പർട്ടി നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ഏഴാമതായിട്ട് പറഞ്ഞ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒരു റോയിലെ എല്ലാ എൻട്രീസിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറെ റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസുമായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂയും സെയിം ആയിരിക്കും. ഈ പ്രോപ്പർട്ടി ഇത് കോളത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. എട്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ ഇന്ന് പറഞ്ഞ എട്ടാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒരു റോയിലെ എല്ലാ എൻട്രീസിനെയും വേറെ റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസുമായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂയും സെയിം ആയിരിക്കും. ഇത് കോളത്തിൻ്റെ കേസിലും ആപ്ലിക്കബിൾ ആണ്. പിന്നെ പറഞ്ഞ 9ാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒരു റോയിലെ എല്ലാ എലമെൻസിൽ നിന്ന് വേറെ റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസ് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ വി ഗെറ്റ് എ ഡ്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഒരു റോയിലെ എല്ലാ എൻട്രീസിൽ നിന്ന് വേറെ റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇത് കോളത്തിൻ്റെ കേസിലും ആപ്ലിക്കബിൾ ആണ്. 10ാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒരു റോയിലെ എൻട്രീസിൻ്റെ കൂടെ ബാക്കിയുള്ള മുഴുവൻ റോയിലെയും കറസ്പോണ്ടിങ് എൻട്രീസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു കോളത്തിലെ എൻട്രീസിൻ്റെ കൂടെ ബാക്കിയുള്ള മുഴുവൻ കോളത്തിലെയും കറസ്പോണ്ടിങ് എൻട്രീസ് നമ്മൾ ആഡ് ചെയ്യുന്നു. വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂയും സെയിം ആയിരിക്കും. ഈ 10 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പ്രോബ്ലം ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ് ഈ 10 പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി നമുക്ക് ഈ സെക്ഷനിലെ പ്രോബ്ലംസിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. വിത്തൗട്ട് എക്സ്പാൻഡിങ് ഇവാലുവേറ്റ് ഡിറ്റർമിനൻറ്റ് 215 -3 -14 6 2 -8. ഈ എക്സ്പാൻഡ് ചെയ്യാതെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഈ ഡിറ്റർമിൻ്റെ വാല്യൂ കാണണം. ആൻസർ: ഡിറ്റർമിനൻറ്റ് 215 -3 -14 6 2 -8 ഈക്വൽസ്. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഒന്നാമത്തെ റോയിലെ ആൾക്കാരും മൂന്നാമത്തെ റോയിലെ ആൾക്കാരും രണ്ടാമത്തെ റോയിലെ ആൾക്കാരും മൂന്നാമത്തെ റോയിലെ ആൾക്കാരും പ്രപ്പോർഷണലാണ്. എന്തുകൊണ്ട്? സെക്കൻഡ് റോയിലെ ആൾക്കാരും തേർഡ് റോയിലെ ആൾക്കാരും പ്രപ്പോർഷണലാണ്. എന്തുകൊണ്ട്? ഈ സെക്കൻഡ് റോയിലെ ആൾക്കാരെ ഒരു -2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് തേർഡ് റോയിലെ ആൾക്കാരെ കിട്ടുന്നത്. ശരിയല്ലേ? സെക്കൻഡ് റോയിലെ എൻട്രീസിനെ ഒരു -2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് തേർഡ് റോയിലെ എൻട്രീസ് കിട്ടുന്നത്. അതുകൊണ്ട് സെക്കൻഡ് റോയിലെ എൻട്രീസും തേർഡ് റോയിലെ എൻട്രീസും പ്രപ്പോർഷണലാണ്. അതുകൊണ്ട് ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആണ്. അടുത്ത ചോദ്യം. വിത്തൗട്ട് എക്സ്പാൻഡിങ് ഇവാലുവേറ്റ് ഡിറ്റർമിനൻറ്റ് 2001 2002 2003 2004 2005 2006 2007 2008 2009. നമ്മൾ എക്സ്പാൻഡ് ചെയ്യാതെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഈ ഡിറ്റർമിൻ്റെ വാല്യൂ കാണണം. ആൻസർ: ഡിറ്റർമിനൻറ്റ് 2001 2002 2003 2004 2005 2006 2007 2008 2009 ഈക്വൽസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ സെക്കൻഡ് റോയിലെ എൻട്രീസിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് റോയിലെ എൻട്രീസ് കുറയ്ക്കുന്നു.
സെക്കൻഡ് റോയിലെ എൻട്രീസിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് റോയിലെ എൻട്രീസ് കുറയ്ക്കുന്നു. അപ്പോൾ അത് നമ്മൾ നമുക്ക് സിംബോളിക്കായിട്ട് നിങ്ങൾ എഴുതാം R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. നമുക്ക് സിംബോളിക്കായിട്ട് ഇങ്ങനെ എഴുതാം. സെക്കൻഡ് റോയിലെ എൻട്രീസിൽ നിന്ന് ഫസ്റ്റ് റോയിലെ എൻട്രീസ് കുറയ്ക്കുന്നു. അതുപോലെ തേർഡ് റോയിലെ എൻട്രീസിൽ നിന്ന് ഫസ്റ്റ് റോയിലെ എൻട്രീസ് കുറയ്ക്കുന്നു. സെക്കൻഡ് റോയിലെ എൻട്രീസിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് റോയിലെ എൻട്രീസ് കുറയ്ക്കുന്നു. അതുപോലെ തേർഡ് റോയ്ക്ക് ചേഞ്ച് കൊടുക്കുന്ന ചേഞ്ച് ഇതാണ്. തേർഡ് റോയിലെ എലമെൻസിൽ നിന്ന് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് കുറയ്ക്കുന്നു. വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. നമ്മൾ രണ്ട് പ്രോപ്പർട്ടീസ് ഒരുമിച്ച് അപ്ലൈ ചെയ്യുകയാണ് ഇവിടെ. രണ്ടും രണ്ട് സ്റ്റെപ്പിൽ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അപ്ലൈ ചെയ്യാം. സെക്കൻഡ് റോയിലെ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് റോയിലെ ആൾക്കാരെ കുറയ്ക്കുന്നു. അതുപോലെ തേർഡ് റോയിലെ ആൾക്കാരിൽ നിന്ന് ഫസ്റ്റ് റോയിലെ ആൾക്കാരെ കുറയ്ക്കുന്നു. വി ഗെറ്റ് ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻറ്റ് ഇതാണ്. ഡിറ്റർമിനൻറ്റ് 2001, 2002, 2003. സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ കുറയ്ക്കുക. 2004 നിന്ന് 2001 കുറച്ചാൽ 3 വരും. 2005 നിന്ന് 2002 കുറച്ചാൽ 3 വരും. 2006 നിന്ന് 2003 കുറച്ചാൽ 3 വരും. ഇനി തേർഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയിലെ ആൾക്കാരെ കുറയ്ക്കുന്നത്. 2007 നിന്ന് 2001 കുറച്ചാൽ 6 വരും. 2008 നിന്ന് 2002 കുറച്ചാൽ 6 വരും. 2009 നിന്ന് 2003 കുറച്ചാൽ 6 വരും. ഓക്കെ. അപ്പോൾ സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് കൊടുക്കുന്നു. സെക്കൻഡ് റോയ്ക്ക് കൊടുത്ത ചേഞ്ച് ഇതാണ്. R2ന് ചേഞ്ച് കൊടുക്കുന്നു. R2 മൈനസ് R1. R3ക്ക് ചേഞ്ച് കൊടുക്കുന്നു. R3 മൈനസ് R1. പുതിയ ഡിറ്റർമിൻ്റ് കിട്ടും. ആ ഡിറ്റർമിൻ്റെ വാല്യൂയും ഒറിജിനൽ ഡിറ്റർമിൻ്റെ വാല്യൂയും സെയിം ആയിരിക്കും. ഇനി ഈ ഡിറ്റർമിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. ഇവിടെ രണ്ടാമത്തെ റോയും മൂന്നാമത്തെ റോയും പ്രൊപ്പോർഷനാണ്. രണ്ടാമത്തെ റോയിൽ എല്ലാവരെയും 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് മൂന്നാമത്തെ റോയിലെ ആൾക്കാരെ കിട്ടുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ റോയും മൂന്നാമത്തെ റോയും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഈ ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഈ ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. തേർഡ് പ്രോബ്ലം ഇതാണ്. വിത്തൗട്ട് എക്സ്പാൻഡിങ് ഇവാലുവേറ്റ്. എക്സ്പാൻഡ് ചെയ്യാതെ ഈ ഡിറ്റർമിൻ്റെ വാല്യൂ പറയണം. ഡിറ്റർമിനൻറ്റ് വിത്തൗട്ട് എക്സ്പാൻഡിങ് ഇവാലുവേറ്റ് ഡിറ്റർമിനൻറ്റ് 333 A B C B plus C A plus C B A plus B. ഈ പെർട്ടിക്കുലർ ഡിറ്റർമിൻ്റെ വാല്യൂ നമ്മൾ വിത്തൗട്ട് എക്സ്പാൻഡിങ് ഇവാലുവേറ്റ്. ഇവിടെ ചോദ്യം പൂർണ്ണമല്ലായിരുന്നു. ആ ചോദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. വിത്തൗട്ട് എക്സ്പാൻഡിങ് ഇവാലുവേറ്റ് ഡിറ്റർമിനൻറ്റ് 333 ഡിറ്റർമിനൻറ്റ് 333 A B C B plus C A plus C then A plus B. ഈ ഡിറ്റർമിൻ്റെ വാല്യൂ കാണണം. ഇതാണ് ചോദ്യം. എൻ്റെ ആൻസറിലേക്ക് വരാം. ചോദ്യം ഇതാണ്. വിത്തൗട്ട് എക്സ്പാൻഡിങ് ഇവാലുവേറ്റ് ഡിറ്റർമിനൻറ്റ് 333 A B C B plus C A plus C A plus B. എക്സ്പാൻഡ് ചെയ്യാതെ നമുക്ക് ഈ ഡിറ്റർമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആൻസർ ഡിറ്റർമിനൻറ്റ് 333 A B C B plus C A plus C A plus B ഈക്വൽസ് ലാസ്റ്റ് കോളത്തിലെ ആൾക്കാരുടെ കൂടെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. തേർഡ് കോളത്തിലെ എലമെൻറ്റ്സിൻ്റെ കൂടെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ചേഞ്ച് കൊടുക്കുന്നത് നമ്മൾ തേർഡ് കോളത്തിനാണ്. ആ തേർഡ് കോളത്തിനാണ് ചേഞ്ച് കൊടുക്കുന്നതുള്ളത് നമ്മൾ സിംബോളിക്കായിട്ട് ഇങ്ങനെ എഴുതും. തേർഡ് കോളത്തിലൂടെ സെക്കൻഡ് കോളം നമ്മൾ ആഡ് ചെയ്യുന്നു. ആ കാര്യം സിംബോളിക്കായിട്ട് നമ്മളിങ്ങനെ എഴുതും. C3 ചേഞ്ചസ് ടു C3 പ്ലസ് C2. നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണോ അപ്ലൈ ചെയ്യുന്നത് അത് സിംബോളിക്കായിട്ട് നമ്മൾ ഇവിടെ എഴുതണം. C3യുടെ കൂടെ C2 ആഡ് ചെയ്യുന്നു. C3യുടെ കൂടെ C2 ആഡ് ചെയ്യുന്നു. അപ്പോൾ C3 ചേഞ്ചസ് ടു C3 പ്ലസ് C2. അപ്പോൾ തേർഡ് കോളത്തിൻ്റെ കൂടെ സെക്കൻഡ് കോളത്തിലെ കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്യുന്നു. വി ഗെറ്റ് എ ന്യൂ ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിൻ്റെ വാല്യൂ ഈ ഡിറ്റർമിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ തേർഡ് കോളത്തിൻ്റെ കൂടെ സെക്കൻഡ് കോളം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിറ്റർമിനൻറ്റ് ഇതാണ്. ഡിറ്റർമിനൻറ്റ് 333 A B C. ഇതിങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ A പ്ലസ് B പ്ലസ് C. ഇതിങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ A പ്ലസ് B പ്ലസ് C. ഇതിങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ A പ്ലസ് B പ്ലസ് C. അപ്പോൾ ഇവിടെ തേർഡ് കോളത്തിൻ്റെ കൂടെ സെക്കൻഡ് കോളം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ ഡിറ്റർമിനൻ്റ് ആണിത്. ഇനി ശ്രദ്ധിക്കുക. ഈ A പ്ലസ് B പ്ലസ് C A പ്ലസ് B പ്ലസ് C ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് കോളത്തിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ റീഡ് ചെയ്യാം. A പ്ലസ് B പ്ലസ് C ഇൻറ്റു 1 A പ്ലസ് B പ്ലസ് C ഇൻറ്റു 1 A പ്ലസ് B പ്ലസ് C ഇൻറ്റു 1. A പ്ലസ് B പ്ലസ് C കൊണ്ട് എല്ലാ എൻട്രീസിനെയും ഗുണിച്ചിട്ടുണ്ട്. ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ A പ്ലസ് B പ്ലസ് C നമ്മൾ വെളിയിലെടുക്കുമ്പോൾ വി ഗെറ്റ് ദ ഡിറ്റർമിനൻറ്റ് 333 A B C 111. അപ്പോൾ ഇവിടെ A പ്ലസ് B പ്ലസ് C കൊണ്ട് തേർഡ് കോളത്തിലെ എല്ലാ എൻട്രീസിനെയും ഗുണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രോപ്പർട്ടി അനുസരിച്ച് പറയാം A പ്ലസ് B പ്ലസ് C ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. അത് വെളിയിലെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. A പ്ലസ് B പ്ലസ് C ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 333 A B C 111. ഇനി ഈ ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആണ്. എന്തുകൊണ്ട്? ഫസ്റ്റ് കോളത്തിലെ എൻട്രീസും ലാസ്റ്റ് കോളത്തിലെ എൻട്രീസും പ്രൊപ്പോർഷണലാണ്. തേർഡ് കോളത്തിലെ എൻട്രീസിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഫസ്റ്റ് കോളത്തിലെ എൻട്രീസ് കിട്ടുന്നത്. അതുകൊണ്ട് C1ഉം C3യും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഈ ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ A പ്ലസ് B പ്ലസ് C ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ആ ഡിറ്റർമിൻ്റെ വാല്യൂ. ഓക്കെ.
അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിതൗട്ട് എക്സ്പാൻഡിങ് ഇവാലുവേറ്റ് ഡിറ്റർമിനൻറ്റ് 1 1 1 എക്സ് വൈ ഇസെഡ് വൈ പ്ലസ് ഇസെഡ് ഇസെഡ് പ്ലസ് എക്സ് എക്സ് പ്ലസ് വൈ. എക്സ്പാൻഡ് ചെയ്യാതെ നമുക്ക് ഈ ഡിറ്റർമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടീസ് 10 പ്രോപ്പർട്ടീസിൽ നിന്നുണ്ട്. നമ്മൾ 10 പ്രോപ്പർട്ടീസിൽ ഏതാണോ വേണ്ടത് അത് ഉപയോഗിച്ച് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആൻസർ ഡിറ്റർമിനൻറ്റ് 1 1 1 എക്സ് വൈ ഇസെഡ് വൈ പ്ലസ് ഇസെഡ് ഇസെഡ് പ്ലസ് എക്സ് എക്സ് പ്ലസ് വൈ ഈക്വൽസ്. ഇവിടെ തേർഡ് റോയുടെ കൂടെ സെക്കൻഡ് റോ നമ്മൾ ആഡ് ചെയ്യുന്നു. തേർഡ് റോയ്ക്ക് ചേഞ്ച് കൊടുക്കുന്നു. തേർഡ് റോയുടെ കൂടെ സെക്കൻഡ് റോ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ അത് ആ ട്രാൻസ്ഫർമേഷൻ നമ്മളിങ്ങനെ സിംബോളിക്കായിട്ട് എഴുതും. R3 ചേഞ്ചസ് ടു R3 പ്ലസ് R2. തേർഡ് റോയുടെ കൂടെ സെക്കൻഡ് റോ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ തേർഡ് റോയുടെ കൂടെ സെക്കൻഡ് റോ ആഡ് ചെയ്താൽ വി ഗെറ്റ് ദ ഡിറ്റർമിനൻറ്റ് 1 1 1 എക്സ് വൈ ഇസെഡ്. ഓക്കെ, തേർഡ് റോയുടെ കൂടെ സെക്കൻഡ് റോ ആഡ് ചെയ്യുന്നു. ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്. തേർഡ് റോയുടെ കൂടെ സെക്കൻഡ് റോ ആണ് ആഡ് ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്. ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്. അപ്പോൾ R3ക്ക് ചേഞ്ച് കൊടുത്തു. R3യുടെ കൂടെ നമ്മൾ R2 ആഡ് ചെയ്തു. ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് എല്ലാ ടേമിനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 1 1 എക്സ് വൈ ഇസെഡ് വീണ്ടും 1 1 1 വരും. ഇവിടെ രണ്ട് റോസ് ഐഡൻറ്റിക്കൽ ആയിട്ട് വരുന്നതുകൊണ്ട് ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 1 2 തവണ വീഡിയോ കാണുക. അതിനുശേഷം വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക. ആ നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു മാറുക. ഓക്കെ, ബാക്കി ഭാഗം ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.